ആ മോനെ നിന്നെയൊക്കെ വിളിക്കുന്നു. വാ ഒന്നൊന്ന് കാണും. എന്താ സംസാരിക്കണമെന്ന് പറയുന്നു. ഉമ്മാക്ക് നമ്മ എത്ര കെട്ടിൽ പഠിക്കില്ലമ്മ. അവ എന്തെല്ലാം കാട്ടിക്കൂട്ടി നമുക്ക് വല്ല പിടുത്തണ്ട. എന്നിട്ട് ഉമ്മ വീണ്ടും പോയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ നിൽക്കണത്. അവ എന്തെല്ലാം ചെയ്തെന്ന് നമുക്ക് അറിയില്ലേ. നമ്മളെ അടിച്ച് പുറത്താക്കിയതല്ലമ്മ. അത് ഉമ്മ മറക്കായിരിക്കും, ഞാൻ മറക്കില്ല. എന്തായാലും വന്നില്ല മോനെ, ഒന്ന് കണ്ടിട്ട് പോ. എനിക്ക് അതെ ഇക്ക വിളിക്കണം. വാ കയറ്. ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ നിൽക്കണെന്നാ പറഞ്ഞു. ഒന്ന് കണ്ടിട്ട് പോ മോനെ, എൻ്റെ കൂടെ പറപ്പല്ലടാ. വായോ. ഉമ്മ അത്രയും കരഞ്ഞ് കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഉമ്മനെ എത്ര ദൂരം നീ അടുത്ത് വിളിച്ചു കൊടുക്കുന്നത്. ഉമ്മനെ കണ്ടു കഴിഞ്ഞില്ലേ, ഇന്നവന് പോവാന്നൊക്കെ. വാ. എന്താ മോനെ നീ ഇങ്ങനെ പറയണേ? അവനിങ്ങനെ കിടക്കുമ്പോൾ ഒന്ന് കാണുക. പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്? ഉമ്മാനെ കാണണം കണ്ടില്ലേ, കണ്ടു കഴിഞ്ഞില്ലേ, എന്നാ പിന്നെ ഞാൻ പോവല്ലേ നോക്കേണ്ടത്. പിന്നെ എന്നും കൂടി നിന്ന് ആക്കാൻ നിൽക്കണ്. ഉമ്മക്ക് അത്രയും കാണണമെന്ന് പറഞ്ഞോണ്ടല്ലേ എത്ര ദൂരത്തിൽ കണ്ട് ഉമ്മനെ കാണിപ്പിച്ചത് ഞാൻ ചെയ്തത്. പിന്നെ വീണ്ടും നോക്കാൻ ഉമ്മ ഇറങ്ങിയേ, അത് പോവാൻ നോക്കുക. ചെല്ലി വാ. നീ നോക്കിയതാ വാതിൽ അടച്ചിട്ടില്ല. വാതിലും ഇതൊന്നല്ല, മറിഞ്ഞേ വന്ന് കാണാൻ വന്നു കഴിഞ്ഞാൽ കാണുക, അല്ലാണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതാക്കാനില്ല. വന്നൊരു കാട്ടി കുട്ടി നോക്കുമ്പോ ഉമ്മ മറക്കും, പക്ഷെ ഞാൻ മറക്കൂല. കേട്ടല്ലോ, മറക്കണ്ടു. വാ. കുട്ടിയുടെ അരിയത്ത് ആരും ഇല്ലാന്ന്. ആരും വേണ്ട. മോളുണ്ടായിരുന്നില്ല, അവനെ വിളിക്കാൻ പോയിട്ട് വന്നില്ലേ? മോളുണ്ടായിരുന്നല്ലോ, എവിടെ പോയതാ? അവൻ വന്നില്ല എന്നെ കാണാൻ. ഞാൻ ചെയ്തതൊന്നും അവനക്ക് മറക്കാൻ പറ്റില്ലായിരിക്കും. ഈ പൈസ നമുക്ക് അർഹതപ്പെട്ടല്ലേ. ഈ പൈസ കിട്ടിയ തൊട്ടിട്ട് ഓരോ അസുഖങ്ങളും ഓരോരോ പ്രശ്നങ്ങളും കുടുംബത്തിൽ മനസ്സമാനം പറയണതില്ല. വെറുതെ അവൻ്റെ അടുത്ത് കാശ് പേടിക്കേണ്ടായിരുന്നില്ല. ഒരു ശാപം പിടിച്ച പൈസ തോന്നുന്നുണ്ട്. സെമീറിൻ്റെ കൂടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. വെറുതെ കാശിനെ ആഗ്രഹിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത കാരണം കുടുംബത്തിൽ മനസ്സമാനം കിട്ടിയപ്പോൾ തൊട്ടിട്ട് ഹോസ്പിറ്റലിൽ കേസാണ്. ഈ പൈസ കൊണ്ട് തിരിച്ചു കൊടുത്താലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറ്റബോധം മനസ്സിൽ നിന്ന് അങ്ങനെ പോവില്ല. എന്തായാലും ഇത് കൊടുത്തിട്ടേ സമാധാനം. ഇപ്പം എങ്ങനെ ഉണ്ടടാ? വല്ല കുറവുണ്ടല്ലേ ഇപ്പോൾ? ഇതാര് കുഞ്ഞിപ്പിയാ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കുഞ്ഞിപ്പാ, 2 മാസമായില്ലേ. ഇപ്പം എല്ലാം കുറഞ്ഞു, ഒരു സമാധാനം ഉണ്ട്. അല്ല എന്ത് കുഞ്ഞിപ്പ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ ആയല്ലോ? ഒന്നുമില്ല, നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാനായിട്ട് ഇറങ്ങിയതാ. പിന്നെ കുറേ നാളായില്ല അന്ന് പോയിട്ട്, കുറേ ആയില്ലേ. അപ്പം നിന്നെ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ല. അപ്പം ഒന്ന് കയറിയിട്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോയിട്ട് ഇറങ്ങിയതാണ്. എന്ത് വിശേഷം കുഞ്ഞിപ്പാ? നല്ല പോലെ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ ഞാൻ നെകളിപ്പ് കാണിച്ചു. പടച്ചോൻ എനിക്ക് അതിന് തന്ന ശിക്ഷയായിട്ട് തന്നെ ഞാൻ കണക്കാക്കണം. ഇപ്പം അൽഹംദുലില്ലാ കുഴപ്പമില്ല. ഉമ്മയൊക്കെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിപ്പം ഉണ്ടായിരുന്നല്ലോ, ഉമ്മയും ഒക്കെ വന്നിരുന്നു. ഷെമീറിൻ്റെ അടുത്ത് മാത്രം ഒന്ന് കാണാൻ പറഞ്ഞപ്പോൾ വരാൻ പറഞ്ഞപ്പോൾ അവൻ വന്നില്ല. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകണു. ഇപ്പം അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കണം. ഞാനേ പ്രധാനമായിട്ടുണ്ട് വരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നാൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ കാശ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് അർഹതപ്പെടാത്ത പൈസയാണ്. അവൻ്റെ കൂടെ വന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ കാശ് മേടിച്ചിട്ട് പോയത്. അന്ന് തൊട്ട് എനിക്ക് സമാധാനം എന്ന് പറഞ്ഞത് കുടുംബത്തിനുണ്ടായിട്ടില്ല. എന്നും ഓരോ അസുഖങ്ങളും ഓരോ പ്രശ്നങ്ങളും ഒന്നും പറയണ്ട. എനിക്ക് എന്തെങ്കിലും ശാപം പിടിച്ച പൈസ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കൂടെ നല്ലത് മക്കളുടെ കയ്യിൽ തന്നെ വെച്ചോ. എനിക്ക് കാശേ വേണ്ട. ഇത് കൊണ്ടുപോയ തൊട്ട് എനിക്ക് ഉറക്കമില്ല. ഹോസ്പിറ്റൽ കേസ്, കുടുംബത്തിൽ ഭാര്യ അവർക്കൊക്കെ തീരും വയ്യാണ്ടും ഒക്കെ ഹോസ്പിറ്റലിലാണ്. ഇന്ന് 5 പൈസ പോലും എടുത്തില്ല. അത് പൈസ എടുത്ത പൈസ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് തന്നിട്ട് പോയാലേക്ക് മനസ്സമാനം ഉണ്ടാവുന്നത്. അത് തരാൻ വേണ്ടിയിട്ട് മോനെ ഞാൻ അങ്ങോട്ട് വന്നത്. അങ്ങനെയല്ല കുഞ്ഞിപ്പാ, ഞാൻ ചെയ്തതും തെറ്റ് തന്നെയാണ്. ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് തന്നെയല്ലേ ഞാൻ ചെയ്തത്. അന്ന് പൈസയുടെ അഹങ്കാരം കൊണ്ടാണോ അല്ല എന്തുകൊണ്ടാണെന്നറിയില്ല, ഉമ്മാനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ നാടകം കാണിച്ചു കൊണ്ടുവന്നിട്ട് ഓരോന്നും പറഞ്ഞ് ഞാൻ ഉമ്മാൻ്റെ ആ പൈസ മുഴുവൻ എഴുതി വാങ്ങിച്ചു. അതിനും വലിയ തെറ്റ് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിപ്പാനെ എൻ്റെ ഭാഗത്ത് നിർത്തി. അപ്പം ഇങ്ങനെയൊക്കെ കുഞ്ഞിപ്പ സംസാരിക്കണമെന്നുണ്ടെങ്കിലും എനിക്ക് ഈ വയ്യാക വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ പടച്ചോൻ്റെ തീരുമാനമാണ്. അല്ലാണ്ട് ഇതൊക്കെ കണ്ടിട്ട് പടച്ചോൻ വെറുതെ ഇരിക്കില്ലല്ലോ. കുഞ്ഞിപ്പ പൈസ കൊണ്ടുവന്നത് പടച്ചോൻ കാണിച്ചിട്ട് കൊണ്ടുവന്നതാണ്. മോനെ, അതേ നമുക്ക് ഈ പൊരുത്തമില്ലാത്ത കാശുണ്ടാവും. അതാണ് പടച്ചോൻ നമുക്കൊക്കെ ഇങ്ങനെ നമുക്ക് തരുന്നത്. ഓരോ സങ്കടങ്ങളും ഓരോ ഇതൊക്കെ തരുന്നത്.
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉമ്മാക്ക് അർഹതപ്പെട്ടതാണ്. ഉപ്പാടെ പൈസയാണ് മരിച്ചതിൻ്റെ തുക അത് കിട്ടണത് ഇൻഷുറൻസിൻ്റെ. അത് നമ്മളെടുത്തിട്ട് നമ്മൾ ചോര ശ്രദ്ധിക്കാനും നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കാനും നമുക്കതൊന്നും ആവില്ല. ചിലവായി കഴിഞ്ഞാൽ വേറെ വഴി കൂടെ പോകും ആ കാശ്. അത് ഉമ്മാക്ക് തന്നെ അർഹതപ്പെട്ടതാണ്. നമുക്കത് അനുഭവം നമുക്ക് അറിഞ്ഞല്ലേ. അതുകൊണ്ട് മോനെ ആ പൈസ ഉമ്മാടെ അടുത്ത് കൊടുക്കുക, നീ എടുക്കുക, എന്തോ വേണം ചെയ്തോ. എൻ്റെ ബാധ്യത കഴിഞ്ഞു. കുഞ്ഞിപ്പാക്ക് അനുഭവം മനസ്സിലായി. ഇപ്പോൾ ഇനി 10 പൈസ പെട്ടതല്ലാണ്ട് ഞാൻ ഒരാളുടെ മുതൽ ഞാനിതേപോലെ ചോദിച്ച് വാങ്ങുക, കക്കുക, പിടിക്കുക, ഇതൊന്നും വേണം. നമ്മൾ അധ്വാനിച്ച് തിന്നണം. ആ രേഖത്ത് പിടിക്കുള്ളൂ. ഞാൻ ഇറങ്ങട്ടെ മോനെ. പിന്നെ 1-2 ആളെ കാണാനുണ്ട്. പിന്നെ അവിടെ കുടുംബം വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കല്ലേ, അവിടെ ഒരാളെ ആക്കിയിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടേക്ക് ഞാൻ ചെന്നിട്ട് വേണം ഇനി വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരാൻ. എന്നാൽ ഇറങ്ങട്ടെ. ആ ശരി കുഞ്ഞിപ്പാ. ആ മാ 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 ആ ഞാനിവിടെ ഉണ്ടോ മോനെ. ആ ഉമ്മ ഡ്രസ്സ് മടക്ക. ഉമ്മ എന്താ ഉമ്മാക്ക് സിറ്റോണിൽ മസാല ദോശ കിട്ടമ്മ, അത് കഴിക്കട്ടാ. ഉമ്മാക്ക് ഷുഗറിനുള്ള മരുന്നേ നമുക്ക് നാളെ മേടിക്കാട്ടമ്മ. ഉമ്മാക്ക് ഇന്നത്തേക്ക് കഴിക്കാനുള്ള മരുന്നും കാര്യമൊക്കെ ഇല്ലേ? മരുന്നൊക്കെ ഉണ്ട് മോനെ, സുഖ പകുതി ഉണ്ട്. കഴിയുമ്പോ ഉമ്മ പറയാ, അപ്പൊ മേടിച്ചാൽ മതി. ശരി മാ, സിത്തോടമ്മ. അവളത് ചായയും കടി ഉണ്ടാക്കണം മോനെ. ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കുക. ആമാ നമ്മ കഴിക്ക്, ഞാനേ പോയി കുളിക്കട്ടെ. നമുക്ക് നേരത്തിട്ട് ആകെ എന്താ പോലെയാണ് മോനെ. ആ അല്ല മോനെ, നീ ഇങ്ങനെ ജോലിക്കൊക്കെ പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഇക്കാനെ മാത്രം കാണാറുണ്ടോ? ഇക്കാനെ കാണണം തോന്നുക. 2 മാസമായില്ലേ ഉമ്മ വന്നു പോയിട്ട്. വയറ്റിൽ മഴ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുട്ടി വല്ലാത്ത അവസ്ഥയിൽ ഉമ്മ ഇറങ്ങി വന്നല്ലേ. നീ ഒന്ന് കാണടാ പറഞ്ഞപ്പോൾ നീ കൂട്ടാക്കിയില്ല. പക്ഷേ എനിക്ക് അവനൊന്ന് കാണാൻ തോന്നുക. പിന്നെ ഒന്നുമില്ല, നീ ഇടയ്ക്ക് കാണാറില്ല. ഓ ഉമ്മ എന്തിനാ അവനെ കുറിച്ച് ഒരു കാര്യം പറയാൻ നിൽക്കണ്? ഉമ്മയുടെ പല പ്രാവശ്യം കൊണ്ട് അവനെ കുറിച്ച് പറയരുന്നു കേട്ടാ. ഇപ്പൊ വീണ്ടും ഓരോന്ന് പറയുന്നത്. അവനെ അവിടെ ഫുള്ള് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവും. ഉമ്മ അവന്റെ പേരിൽ കണ്ടു ടെൻഷൻ അടിച്ച് കണ്ടിരിക്കുന്നു. അവൻ്റെ ആരും ഉണ്ടെന്ന് സംസാരിക്കാൻ നിൽക്കില്ല കേട്ടോ. എനിക്ക് ഭ്രാന്ത് പിടിക്കാൻ എനിക്കിട്ടാ. അങ്ങനെയല്ലടാ മോനെ, ഞാൻ പ്രസവിച്ച മോനല്ലേ. എനിക്ക് പിന്നെ അവനെ അന്വേഷിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അവൻ എന്തെന്നെ ചെയ്താലും എനിക്ക് എൻ്റെ മോനല്ലാണ്ടാകുമോ? നീ കണ്ടോന്നല്ല ചോദിച്ചുള്ളൂ. ജോലിക്കൊക്കെ പോകുമ്പോഴോ വരുമ്പോഴോ അവനെവിടെയെങ്കിലും കടയിലോ എവിടെയെങ്കിലും വെച്ച് കണ്ടോന്ന് ചോദിച്ചതാ. മോനതിന് ഇത്രമാത്രം ചൂടാവുമൊന്നും വേണ്ട. തന്നെ പോലെ തന്നെ അവൻ എന്ത് ചെയ്താലും അവൻ എൻ്റെ മോനല്ലാണ്ട് പോകില്ലല്ലോ. ഉമ്മ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മക്ക് എത്ര ആയി കഴിഞ്ഞാൽ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല ഉമ്മ ചെയ്യുള്ളൂ. ഓ പൈസ കൊടുത്തപ്പോൾ ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഇവനെന്താ ഫോൺ എടുക്കാത്തത് സമീർ? എന്താ ആരാണ് വിളിക്കണേ? എന്തായാലും കുഞ്ഞിപ്പയാ, ഇയാളെന്തിനാ ഇപ്പം എനിക്ക് വിളിക്കാൻ നിൽക്കണേ? ഹലോ. ആ സമീറേ, ഞാനാണ്, കുഞ്ഞപ്പയാണ്. ആ അതെനിക്കറിയാലോ, അതുകൊണ്ടല്ലേ ഞാൻ ഫോൺ എടുത്തത്. എന്താ കാര്യം? എന്താ? എനിക്കിപ്പോൾ അറിയാമല്ലോ എൻ്റെ അവസ്ഥയൊക്കെ. ഞാൻ അത്രയും കഷ്ടപ്പാടിലായിരുന്നു. എവിടെയെങ്കിലും കുറച്ച് കാശ് കിട്ടണമെങ്കിൽ കുറേ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വീട്ടാ കുറച്ച് മനസ്സമാനത്തിൽ ഇരിക്കാമെന്ന് കണക്കൂട്ടിയിട്ടാണ് ഞാൻ പൈസ കിട്ടുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അവൻ്റെ ചാടിയത്. ഞാൻ നീ വിളിച്ചിട്ടാണല്ലോ ഞാൻ വന്നത്. അങ്ങനെ പെട്ടെന്ന് കുഞ്ഞിപ്പാകൻ ചാടാൻ പാടില്ലായിരുന്നു. തെറ്റെൻ്റെ മേലെയാണ്. അതും കൂടെ പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്. നമുക്ക് നല്ല ചോദിക്കേണ്ട ഒരാളുണ്ടായിരുന്നില്ല. കുഞ്ഞിപ്പ എന്നുള്ള സ്ഥിതിക്കാണ് നിങ്ങളടുത്ത് നിങ്ങളുടെ ചോദിക്കുന്നതും പറയുന്നതും ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് അറിയാണ്ടാണ് നിങ്ങളൊക്കെ ഒരുമാതിരി മാറിയപ്പോഴല്ലേ. സത്യം പറയല്ലോ, എനിക്കത് നല്ല വിഷമമായ കാര്യം ഇതൊക്കെ. ആ അത് പറയാൻ തന്നെ ഞാൻ വിളിച്ചത്. ഞാനേ നിന്നോട് ചെയ്ത് തെറ്റ് തന്നെയാണ്. ആ പൈസ ഞാൻ തിരിച്ചു കൊടുത്തു. അത് അർഹതപ്പെട്ട ആൾക്കാർക്ക് തന്നെ കിട്ടിക്കോട്ടെ. നമുക്ക് വേണ്ട 5 പൈസ. അത് കിട്ടിയപ്പോഴത്തോട്ട് മനസ്സമാനം ഉണ്ടായിരുന്നില്ല. അതും കൂടെ പറയാൻ വേണ്ടി ഞാൻ വിളിച്ചു. 2-3 പ്രാവശ്യം വിളിച്ച് നീ ഫോൺ എടുത്തില്ല. അതങ്ങനെ വരുള്ളൂ കുഞ്ഞിപ്പ. അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ദേഹത്തൊട്ടുള്ളൂ. അധ്വാനിക്കാത്ത പൈസ ഒന്നും ദേഹത്തൊട്ടില്ല. കുഞ്ഞിപ്പാനെ വിശ്വസിച്ച് കൊണ്ട് എനിക്ക് ഇതല്ല, ഇതിനപ്പുറം എനിക്ക് കിട്ടണം. ഞാൻ ചെയ്തു തെറ്റന്നെ മോനെ. അത് പറയാൻ വേണ്ടി തന്നെ ഞാൻ വിളിച്ചത്. ഇനി ഒരിക്കലും കുഞ്ഞിപ്പാടെ ഭാഗത്ത് നിന്ന് തെറ്റ് വരില്ല. പോരെ, നീ വിശ്വസിച്ച് എവിടെ വേണമെങ്കിൽ മോനെ കൊണ്ടുപോക്കോ. അധ്വാനിച്ചാലും ജീവിക്കാറുണ്ട് പരിപാടി. ഇങ്ങനെയുള്ള പരിപാടിക്ക് ഞാൻ ഉണ്ടാവില്ല. അതൊരു നിമിഷത്തിൽ അങ്ങനെ അത് ആയിപ്പോയി. ഇനി ഉണ്ടാവില്ല.
ആ അതന്നെ കുഞ്ഞിപ്പാ, പൈസയുടെ പിറകെ പോയല്ലേ ഇതല്ല അതിനപ്പുറം ഉണ്ടാവും. എന്നാ ശരി കുഞ്ഞിപ്പ എന്നാ. ഓക്കെ. ആരെ വിളിക്കണ്ടല്ലോ? നീ എന്നിട്ടിപ്പോ ഇങ്ങോട്ട് വന്നേ? ഞാൻ നിന്നെ ഉമ്മാനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞിട്ട് വന്നതാ. കണ്ടതൊക്കെ മതിയായില്ലേ നിനക്ക്? ഇനിയിപ്പോ എന്ത് കിട്ടുന്നുണ്ട്, എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്നാണോ നീ? എന്നെ കാണുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നത് ഒക്കെ എൻ്റെ മുമ്പ്. നീ എന്താണ് ഷമീർ എങ്ങനെ പറയണേ? അപ്പത്തെ ബുദ്ധിമോശത്തിൽ ഞാൻ എന്തൊക്കെയോ കാണിച്ചു, എന്തൊക്കെയോ ചെയ്തു, ശരി തന്നെയാ. അത് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അങ്ങനെയൊന്നും അല്ല. പടച്ചോൻ എനിക്ക് ശിക്ഷ തന്നു. അന്ന് അത്രയും വയ്യാണ്ട് ആ ചോര ഛർദ്ദിച്ച സമയത്ത് ഞാനേ നിലത്ത് കിടന്നിട്ട് ഉമ്മ എന്നാണ് വിളിച്ചത്. അന്നത്തോടുകൂടി ഞാൻ എല്ലാം മാറി, എൻ്റെ സ്വഭാവം മാറി. എനിക്ക് ഉമ്മാനൊന്ന് കാണണമെന്നുണ്ട്, പിന്നെ നിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. ഓ, പുതിയ അടവായിട്ട് ഇറങ്ങിയതാവൂലേ? ഉള്ള കണ്ണീരും അത് ഇതൊക്കെ ഒലിപ്പിച്ചും കാട്ട് വരിക, എന്തെങ്കിലും കണ്ണും കലാശം കാണിച്ചിട്ട് ഉമ്മാനെ എന്തെങ്കിലും പറഞ്ഞും കാട്ട് ഉമ്മാനോട് കൊണ്ടുപോവാ. എന്താണ് അതിൻ്റെ ഉദ്ദേശം? എന്തിനു നീ ഇങ്ങനെയല്ല കാട്ടുന്നത്? നമ്മൾ വെച്ച് മുതലാക്കിയെന്ന് നിനക്ക് മതിയില്ലടാ? നിനക്ക് നാനുണ്ടോ നിനക്കൊന്നില്ലെങ്കിലും? നീ ഒന്ന് ഉമ്മാനെ വിളിച്ചു, എനിക്ക് ഉമ്മാനോടൊരു കാര്യം സംസാരിക്കണം. ഉമ്മാനെ വിളിക്ക്. ഉമ്മാ, എവിടുക്ക നീ ഇന്ത്യ തള്ളി കയറാൻ നിൽക്കണത്? ഇറങ്ങണ എൻ്റെ വീട്ടിൽ നിന്ന്. നീ പോകണ്ടോ മോനെ? എൻ്റെ മോനക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ഞാൻ നിന്നെ കാണണം പറഞ്ഞിട്ടിരിക്കായിരുന്നു മോനെ. എപ്പോഴും ഞാൻ ചോദിക്കും ഉമ്മയോട്, അവരൊന്നും മിണ്ടില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ മോനക്ക്? കുറവായില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മ. ഉമ്മ ഇന്ന് എന്താ പറയാണ്ട് പോയത്? ഞാൻ എത്ര വട്ടം ഉമ്മാനന്ന് വിളിച്ചെന്നറിയോ? ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, സുഖമാണ്. അന്ന് എൻ്റെ ഉമ്മാനെ കാണിച്ചതിനും അങ്ങനെ ചെയ്തതിനും വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനൊക്കെയുള്ള ശിക്ഷ തന്നാണ് പഠിച്ചവന്. ഞാനത് മനസ്സിലാക്കിയമ്മ. ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. ഉമ്മയുടെ ദുആയ്ക്കുള്ള കാരണമേ ഞാൻ നന്നായിമ്മ. ഞാൻ ഉമ്മാനൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് വന്നതാ. അപ്പം ഇവൻ എന്തൊക്കെയോ പറയണു. അവൻ ആ ദേഷ്യം മാറിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ടമ്മ. ഉമ്മയോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്, പല അടവും കാണിച്ചിട്ട് വരും. കഴിഞ്ഞ പ്രാവശ്യം ഉമ്മക്ക് ഓർമ്മയുണ്ടല്ലോ, പല അടവും കാണിച്ച് പല കണ്ണീര് ഒലിപ്പിച്ചിട്ടാണ് ഉമ്മാനെ കൊണ്ടുപോയിട്ട് നെട്ടോട്ട് ആക്കിയത്. വീണ്ടും അനുഭവിക്കാൻ നിൽക്കണ്ട, പലതും കാണിക്കും. പറഞ്ഞില്ല എന്ന് കണ്ടില്ല മോനെ. അങ്ങനെയൊന്നും പറയില്ല. എൻ്റെ കുട്ടി അങ്ങനെയുള്ള കുട്ടിയൊന്നും അല്ല. എന്നെങ്കിലും അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ പറ്റിക്കലാണെന്ന് പറയാ. എൻ്റെ മോനക്ക് എന്തോ അങ്ങനെ ഒരു ബുദ്ധി തോന്നിപ്പോയി. അതിൽ നീയൊന്ന് ക്ഷമിച്ചാളാ. സാരല്ല, എൻ്റെ കുട്ടിയുടെ കോലമില്ല. പഠിച്ച നോക്ക്, എൻ്റെ മോൻ അന്ന് എന്ത് കിടപ്പ് കിടന്ന് നിൻ്റെ കൈ പിടിച്ച് വലിച്ച് നീ കൊണ്ടുപോയില്ലേ എൻ്റെ കുട്ടീനെ അരികത്ത് നിർത്താണ്ട്? അതാണ് നീ ചെയ്ത തെറ്റ് മോനെ. ഉമ്മക്ക് ആകെ 2 എണ്ണ ഉള്ളൂ. നിങ്ങൾ 2 മക്കളാണ്. എനിക്ക് 2 ഒരേപോലെയാണ്. അവൻ കാശിൻ്റെ ഇതിൽ പറഞ്ഞിട്ട് ഞാൻ പ്രസവിക്കാത്ത മോനായി പോകുമോ? എൻ്റെ മോൻ അങ്ങനെയൊന്നും. അവൻ നന്നാകട്ടെ മോനെ. അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം കുറ്റബോധം മനസ്സിലായി വന്നില്ല മോനെ നിൻ്റെ അടുത്ത് തന്നെ. ഇനി നീ അത് വാശി പിടിച്ചിരിക്കാൻ പാടില്ല. കടുമുണ്ട് സലാം പറഞ്ഞ് കൈ കൊടുക്കും, അതാണ് വേണ്ടത്. കാക്ക് സലാം പറഞ്ഞ് കൈ കൊടുത്ത മോനെ. ഇല്ല ഷമീറേ, നീ വിചാരിക്കണ പോലെ ഒന്നല്ല. ഇപ്പോൾ ഞാൻ ആകെ മാറി. ഉമ്മാനെ കാണാനും നിന്നെ കാണാനും കൂടി വന്നത്. നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കണം? ഒന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ ഇക്കല്ലേ. എപ്പോഴും ഒരേപോലെയൊക്കെ ഉണ്ടാവുമോ മനുഷ്യർ? നീ എന്നോട് സംസാരിക്കേ. എപ്പോഴും നമ്മൾ എന്തിനാ ഇങ്ങനെ തല്ലുകൂടിയിട്ടൊക്കെ നിൽക്കുന്നത്? എനിക്ക് ആരാ ഉള്ളത് നിങ്ങളല്ലാണ്ട്? ഉപ്പയോ ചെറുപ്പകാലത്ത് തന്നെ മരണപ്പെട്ടു പോയി. പിന്നെയുള്ളത് ഉമ്മയാണ്. എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ എന്തൊക്കെയോ അന്ന് പറഞ്ഞു ചെയ്തു. അത് കാലാകാലം നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കണമ്മ? അവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുമാ. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആരുടെ ദേഷ്യമൊന്നുമില്ല. നീ എന്നൊക്കെ എന്നെ കാട്ടി കൂട്ടിയപ്പോഴേ എനിക്ക് ഒത്തിരി സങ്കടം എന്നറിയാം. ഉമ്മാനൊക്കെ എന്നെ ചെയ്തപ്പോൾ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നീയൊക്കെ നന്നാവാൻ വെച്ചാൽ നിനക്ക് നല്ലത് തന്നെയാണ്. അല്ലാണ്ട് ഞാനിപ്പോൾ എന്താ പറയുക? നന്നാവാൻ ചെറിയ തീരുമാനിച്ചു കഴിഞ്ഞാൽ പറച്ചവനായിട്ടൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നല്ലേ. അങ്ങനെ കുറച്ച് മനസ്സിലാവട്ടെ, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ആരുടെ ദേഷ്യം കാര്യമൊന്നും എനിക്കില്ല. ആർക്കപ്പോൾ ആരാ തെറ്റ് ചെയ്യാത്തവർ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുക. പഠിച്ചോനുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരിക, അത്ര മാത്രം മതി. പിന്നെ ഞാനൊരു കാര്യം പറയാനും കൂടിയിട്ട് വന്നമ്മ. എന്നാ പൈസ കിട്ടിയില്ലമ്മ. ആ പൈസ എൻ്റെ കയ്യിലുണ്ട്. അതിൽ നിന്ന് ഒരു നുള്ളു പൈസ പോലും ഞാൻ എടുത്തിട്ടില്ല അമ്മ. എനിക്കറിയാം അതിന് അർഹതപ്പെട്ടത് ഞാനല്ലാന്ന്. അത് ഉമ്മാൻ്റെ പൈസയാണ്. ഉമ്മയും നീയും എല്ലാവരും കൂടി അനുഭവിക്കേണ്ട പൈസയാണ്. അതിന് അർഹതപ്പെട്ടത് ഞാനല്ലമ്മ. എനിക്ക് സ്വന്തമായിട്ട് വീടും എല്ലാം ഉണ്ടല്ലോ. നിങ്ങളല്ലേ ഈ വാടക വീട്ടിലൊക്കെ താമസിക്കുന്നത്. പിന്നെ അങ്ങനെയൊന്നും താമസിച്ചിട്ടുണ്ടമ്മ. ഈ പൈസയിലേ നിങ്ങൾ എന്താ ചെയ്തമ്മ? ഇതിന് ഒരു പൈസ പോലും ഞാൻ എടുത്തിട്ടില്ല. ഇത് നിനക്കും ഉമ്മാക്കും ഒക്കെ അർഹതപ്പെട്ടതാ കേട്ടമ്മ. പൈസയിലൊക്കെ എന്തിരിക്കണം മോനെ? ഈ പൈസ ഉപ്പാടെ മുതൽ മക്കൾക്കാ. ഉമ്മാക്ക് എന്തിനാ പൈസ മോനെ? ഇത് നിങ്ങളെ ഏട്ടനനിയനും കൂടി എന്താ വേണ്ടേ ചെയ്തോ. നിങ്ങളുപ്പ നയിച്ചുണ്ടാക്കിയ മുതലാണ്.
അതിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യില്ല. പൈസ ഉമ്മാക്ക് എന്തിനാ പൈസ? അതെ കണ്ടില്ലേ മോനെ, പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങൾ തന്നെ ഉള്ളൂ. ഇപ്പോൾ ഇക്ക കണ്ടില്ലേ, ഞാൻ തിരുന്തി ഉമ്മ ഞാനിരുന്ന് ഒരു ഉറുപ്പ്യ പോലും എടുത്തിട്ടില്ല, എടുത്തതിനുള്ളതൊക്കെ തന്നെ അനുഭവിച്ചു എന്ന്. അപ്പോൾ എൻ്റെ ഇത്രയ്ക്ക് തന്നെ ഉള്ളു മോനെ. നീ ഇപ്പോൾ ഒന്നും മിണ്ടില്ല, അവനും ഒന്നും മിണ്ടില്ല, അവന് എത്ര വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ശരിയാവും. ഇനി നിങ്ങൾ ഏട്ടനനിയനും സന്തോഷമായിരിക്കണം. അതാണ് ഉമ്മാക്ക് വേണ്ടത്. ഉമ്മാക്ക് ഇനിയുള്ള കാലം അങ്ങനെയാണ് വേണ്ടത്. അല്ലാണ്ട് നീയൊരു ഭാഗം അവനൊരു ഭാഗമല്ല. ഇത് പറഞ്ഞു തീർത്ത പ്രശ്നങ്ങളേ കഴിഞ്ഞു. വേണ്ട, എനിക്കേ പണമല്ല സ്വത്ത്, എനിക്കേ എൻ്റെ മക്കളാണ് എൻ്റെ സ്വത്ത്. നീയും വാ മോനെ, നീയുമാണ് എൻ്റെ ഈ 2 മക്കളാണ് ഉമ്മയുടെ സ്വത്ത്. അല്ലാണ്ട് എനിക്ക് പണമല്ല മക്കളെ സ്വത്ത്. നിങ്ങളെന്നും ഇതുപോലെയാണ് ഈ പ്രാവും പോലെ ഇരിക്കണം. ഉമ്മാക്ക് അത് കണ്ടാൽ മതി, വേറെ ഒന്നും ഉമ്മാക്ക് ആവശ്യമില്ല മക്കളെ.